എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുമ്പളങ്ങ കൊണ്ട് നമ്മൾ ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടിട്ട് വരാവേ. അതിനായിട്ട് ഞാനിവിടെ തേണ്ട ഒരു കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മുറിച്ച് ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ ഈ കറിക്കായിട്ട്. അപ്പോൾ ഞാനിതേട്ടെ അതിൻ്റെ പകുതി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 തക്കാളിക്കായും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊന്ന് നമുക്ക് ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മുടെ കഷ്ണങ്ങളുടെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം. അതിന് മുമ്പ് നമുക്കിത് കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് കഴുകിയെടുത്തുകൊണ്ട് വരാം. നമ്മുടെ കഷ്ണം അരിഞ്ഞതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വാരിയ നമ്മുടെ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം 2 പ്രാവശ്യം കഴുകിയെടുത്ത കുമ്പളങ്ങയാണ് അത് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 6 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇച്ചിരി അത്യാവശ്യം എരിവ് വേണ്ടതുകൊണ്ടാണ്. അത് തന്നെയല്ലേ ഇവിടുത്തെ പച്ചമുളകിന് പൊതുവെ എരിവ് കുറവാണ്. പിന്നെ നമ്മൾ എരിവിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 6 പച്ചമുളക് ഇട്ടാൽ തന്നെ എരിവ് കുറവാണ്. അപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3 കൈപ്പിടിയോളം തേങ്ങ, ഒരു അരമുറി തേങ്ങയോളം ഉണ്ട്, അത് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ കുമ്പളങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ജീരകവും പിന്നെ 2-3 കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ. അരച്ചെടുക്കുന്നതിന് ശേഷം തേണ്ട നമ്മുടെ കഷ്ണങ്ങൾ പകുതി വേവായപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇതിനു മുമ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഈ കഷ്ണങ്ങൾ ഫുള്ളായിട്ടൊന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. അപ്പം നല്ലതായിട്ട് നമ്മുടെ കുമ്പളങ്ങ വെന്തതിന് ശേഷം ഞാൻ ആ 2 തക്കാളി അരിഞ്ഞും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ മൂടി വെച്ച് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മുടെ തക്കാളിയും കഷ്ണങ്ങളും എല്ലാം നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തവി കൊണ്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മിക്സിയുടെ ജാറും കൂടെ കഴുകി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. പുളി അത്യാവശ്യം വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് വാളംപുളിയും കൂടെ ചേർത്ത് എടുക്കണം. അല്ലെങ്കിൽ പുളിയുള്ള മാങ്ങയുണ്ട് ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ പുളി ഒത്തിരി ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത് കറക്റ്റാണ് ഈ കറിക്ക്. പുളി ചേർത്തില്ലെങ്കിലും നല്ല അടിപൊളി കറിയാണ്. പുളിയൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി വാളംപുളി പിഴിഞ്ഞൊഴിക്കുകയോ അത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു കഷ്ണം മാങ്ങ ഇട്ട് കൊടുക്കുകയോ ചെയ്യാവേ. അപ്പോൾ അതേണ്ട നമ്മുടെ കറി ചൂടായി വന്നതിന് ശേഷം തിളപ്പിക്കരുത്. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി പിരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയോ ചെയ്യാവുള്ളൂ. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. അതിലേക്ക് ഒരു 5-6 ഉണക്കമുളകും അതുപോലെ തന്നെ നമുക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കുമ്പളങ്ങ കൊണ്ട് ഇതുപോലെ കറി തയ്യാറാക്കി നോക്കത്തരാം. എന്തായാലും ഒരു തവണയൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു ഒഴിച്ചുകറിയാണ്. അതുപോലെ തന്നെ ഒരു പപ്പടവും കൂടെ ഉണ്ട്. സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വേണ്ടേ നമ്മുടെ കടുക് ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നപ്പോഴത്തേന് നമ്മുടെ കറിയിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഞാനതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നത്. മൂടി വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണേ.
അപ്പോൾ തേണ്ടേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കറി തേണ്ടേ ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി നമ്മുടെ കറിയാണ് ഇവിടെ റെഡിയാണ്. നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്